ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളും അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും പൊളിറ്റിക്സ് കേരള ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അവിടെ ഒരാൾക്ക് മാത്രം സീറ്റില്ല. അത് മറ്റാർക്കുമല്ല, നമ്മുടെ സ്വന്തം പത്മജ വേണുഗോപാലിന്. പത്മജ വേണുഗോപാൽ മത്സരിക്കും എന്ന് പ്രതീക്ഷിച്ച തൃശ്ശൂരിൽ എം.ടി. രമേശാണ് മത്സരിക്കുന്നത്. പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്ന് തീരുമാനിച്ച വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS ആണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. ചുരുക്കത്തിൽ പത്മജയെ ബി.ജെ.പി സുന്ദരമായി തേച്ചു. പത്മജയ്ക്ക് ഇപ്പോൾ ബി.ജെ.പിയിൽ ഒരു റോളുമില്ല. ഇതിലും ഭേദം കോൺഗ്രസ് ആയിരുന്നു എന്ന് പത്മജ അടുപ്പമുള്ളവരോട് പറയുന്നു. ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയാണ് പത്മജയെ ബി.ജെ.പിയിലേക്ക് ആകർഷിച്ചത്. ഗവർണറാക്കാം, ഛത്തീസ്ഗഡിലെ ഗവർണറാക്കാം എന്നൊക്കെയായിരുന്നു വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ പത്മജ മതി മയങ്ങി വീണുപോയി. അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ആദ്യം പത്മജയെ കൊണ്ടു നടന്നു. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനായിരുന്നു. മുരളീധരൻ മത്സരിക്കുമ്പോൾ മുരളീധരന് വോട്ട് കുറയുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് പത്മജയാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അഹോരാത്രം പോരാടി പത്മജ. പിന്നീട് അങ്ങോട്ട് പത്മജയുടെ കഷ്ടകാലവും തുടങ്ങി. ഗവർണറാക്കുക എന്ന മോഹം കുത്തിവെച്ച ബി.ജെ.പി നേതാക്കൾ പത്മജയെ കൈവെടിഞ്ഞു. പത്മജയ്ക്ക് ജയസാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നും പത്മജയുടെ പേരില്ല. തൃശ്ശൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന മോഹം പത്മജയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം തൃശ്ശൂരിൽ അവർക്ക് അത്രയ്ക്ക് സ്വാധീനമുണ്ട്. തൃശ്ശൂരിൽ ഒരു തവണ അവർ മത്സരിച്ച് കുറച്ച് വോട്ടിന് പരാജയപ്പെട്ടതുമാണ്. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ ബി.ജെ.പി അവിടെ പത്മജയെ തള്ളിക്കളഞ്ഞു. പത്മജ ഇപ്പോൾ ആകെ മൊത്തം അങ്കലാപ്പിലാണ്. ബി.ജെ.പിയിൽ ഒരു വോയിസും ഇല്ലാതായിരിക്കുന്നു പത്മജയ്ക്ക്. ശബ്ദം നഷ്ടപ്പെട്ട പത്മജ ബി.ജെ.പിയിൽ എന്ത് ചെയ്യുമെന്ന് ഇനി കണ്ടറിയണം. ഇതിലും ഭേദം പത്മജയ്ക്ക് കോൺഗ്രസ് ആയിരുന്നില്ലേ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത്. ഒന്നുമില്ലെങ്കിലും അവർ തൃശ്ശൂർ സീറ്റ് നൽകി. ഒന്നുമില്ലെങ്കിലും അവർ പത്മജയെ വിജയിപ്പിക്കാൻ വേണ്ട കരുക്കളൊക്കെ നീക്കി. തൃശ്ശൂരിൽ തോറ്റത് കോൺഗ്രസ്സുകാർ പാരവച്ചത് കൊണ്ടാണെന്ന് പത്മജ പറയുന്നു. അത് സത്യമല്ലെന്ന് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നു. തൃശ്ശൂരിൽ 2021 നടന്നത് ത്രികോണ പോരാട്ടമാണ്. സുരേഷ് ഗോപി പത്മജയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ പിടിച്ചു. പാവം ബാലചന്ദ്രൻ മാഷ് CPIക്ക് വേണ്ടി ജയിച്ചു കയറി. നിസ്സാര വോട്ടിനാണ് ജയിച്ചു കയറിയത്. പത്മജയ്ക്ക് കിട്ടേണ്ട വോട്ട് സുരേഷ് ഗോപി പിടിച്ചപ്പോൾ സ്വാഭാവികമായും ബാലേന്ദ്ര മാഷിന് ഒരു മേൽക്കൈ കിട്ടുകയും അദ്ദേഹം ജയിച്ച് MLA ആവുകയും ഒക്കെ ചെയ്തു. അല്ലാതെ കോൺഗ്രസ് പത്മജയെ പാലം വലിച്ചത് കൊണ്ടൊന്നുമല്ല. പക്ഷെ അതിനുശേഷം പത്മജയ്ക്ക് തീരാത്ത സംശയമായിരുന്നു കോൺഗ്രസിനോട്. ബി.ജെ.പി തനിക്ക് സുരക്ഷിതമായ ലാവണമൊരുക്കുമെന്ന് പത്മജയ്ക്ക് തോന്നി. അങ്ങനെ പത്മജ ബി.ജെ.പിയിൽ എത്തി. ബി.ജെ.പിയിലെത്തിയിട്ട് സഹോദരനെ കുറ്റപ്പെടുത്തി പല പ്രസംഗവേദികളിലും എത്തി. പത്മജയുടെ ആരോപണങ്ങൾക്ക് മുനയൊടിച്ച് മുരളീധരൻ മറുപടി പറഞ്ഞു. എന്തായാലും ഇപ്പോൾ പത്മജയ്ക്ക് സീറ്റില്ല എന്നാണ് അറിയുന്നത്. എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നും പത്മജ മത്സരിക്കില്ല. പിന്നെ മത്സരിച്ചിട്ട് എന്ത് കാര്യം എന്ന ചോദ്യവും ബാക്കി. കോൺഗ്രസിലായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള ചാൻസൊക്കെ പത്മജയ്ക്ക് ലഭിക്കുമായിരുന്നു. തൃശ്ശൂരിൽ ഇത്തവണ മുന്നിട്ട് നിന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് തൃശ്ശൂർ മണ്ഡലം കോൺഗ്രസ് ലീഡ് ചെയ്തു. അത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡ് കിട്ടിയത് എന്നുള്ളതും ശ്രദ്ധേയം. അവിടെ വീണ്ടും പത്മജയ്ക്ക് നിൽക്കാമായിരുന്നു. പക്ഷേ പത്മജ എടുപിടിയിന്ന് നേരെ പോയി ബി.ജെ.പിയിൽ ചേർന്നു. അതാണ് പത്മജയ്ക്ക് കുരിശായി മാറിയത്. ഇപ്പോൾ പാവം പത്മജ പെരുവഴിയിലാണ്. എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഞങ്ങളുടെ വീഡിയോ പരിശോധിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. അവിടെയൊന്നും പത്മജ വേണുഗോപാൽ ഇല്ല.
വളരെ ദുരന്തമായി പോയി പത്മജയുടെ കാര്യം.